അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് മലനാടിൻ്റെ അപ്പോസ്തലനായ റവറൻ ഹെൻറി ബേക്കർ ജൂനിയറിൻ്റെ 205ാമത് ജന്മദിനം ആഘോഷിക്കുവാനും ദൈവത്തിന് സ്തോത്രം കരയറ്റുവാനും വേണ്ടിയാണ്. ഇന്നത്തെ മീറ്റിങ്ങിന് നമ്മൾ ചെറിയൊരു ആരാധന ഇപ്പോൾ ഇവിടെ നടക്കുവാന് ശേഷം ഹെൻറി ബേക്കറിൻ്റെ സ്മാരകത്തിൽ നമ്മൾ പുഷ്പാർച്ചന നടത്തി അവസാനിപ്പിക്കുകയാണ്. ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത് അഭിമന്യ റൈറ്റ് റവറൻഡ് വി എസ് ഫ്രാൻസിസ് തിരുമേനിയാണ്. തിരുമേനിയെയും കൊച്ചമ്മയെയും മഹാഡ ഓഫീസേഴ്സിനെ എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കോളേജിൻ്റെ പ്രൊഫസർ ഡോക്ടർ സൈമൺ പി ജോർജ്, പ്രിൻസിപ്പൽ ഡോക്ടർ ജി ഗിരീഷ് കുമാർ സാറ്, കോളേജിലെ അധ്യാപകർ, സ്റ്റുഡൻസ്, സ്റ്റാഫ്, മഹാഡയുടെ മേലവുമായി അടുത്ത് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഇടവകളിലെ വൈദികർ, സഭാപ്രവർത്തകർ, ഇവാഞ്ചലിസ്റ്റുമാർ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ലൗസനച്ചൻ ആരാധന നയിക്കുന്നതും രാജേഷ് പത്രോസ് അച്ഛൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതുമാണ്. പ്രാർത്ഥനയോടെ നമ്മുടെ അനുസ്മരണ ശുശ്രൂഷ ആരംഭിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിച്ചവനാകുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, ഹെൻറി ബേക്കർ ജൂനിയറിനെ ഞങ്ങളുടെ ദേശത്തേക്ക് വെളിച്ചവുമായി അയച്ചതുകൊണ്ട് നന്ദി പറയുന്നു. 205ാമത് ജന്മദിനത്തിൻ്റെ നന്മകളെ ഓർത്ത് ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. പിതാവേ, ഹെൻറി ബേക്കറിൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ കലാലയത്തിൽ പ്രിയ മകനിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നന്മകളെ ഓർത്ത് നന്ദി പറയുവാൻ, സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളിത് അതിരൂപാതെ ഒരുമിച്ച് വന്നിരിക്കുന്നു. ദൈവം ഞങ്ങളുടെ മധ്യേ പെരുമാറാകണമേ. ഈ അനുസ്മരണ ശുശ്രൂഷയെ അനുഗ്രഹിക്കുമാറാകണമേ. യോബ് സാക്ഷ്യം പറഞ്ഞതുപോലെ യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറയുവാൻ സങ്കീർത്തനകാരൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറക്കാതെ നന്ദി പറയുവാൻ ഞങ്ങളെ ഈ ശുശ്രൂഷകളിലൂടെ സഹായിക്കണമേ. പുത്രനിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയയോടെ കേൾക്കണം പിതാവേ, ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് ജ്ഞാനകീർത്തനം 75 1, 2, 5 ചരണങ്ങൾ ചേർന്ന് പാടാം. കീർത്തനം 75. ആദിത്യനുദിച്ചിടുന്ന ദേശങ്ങളിലെല്ലാം യേശു അന്തമില്ലാത്തൊരു രാജ്യം സ്ഥാപിച്ചു വാഴുന്നേക്കും. നാനാദേശക്കാരെല്ലാരും താൻ സ്നേഹത്തിൻ സ്തുതി പാടും. പൈതങ്ങൾ കൂടെ ഘോഷിക്കും വിശേഷമാ തന്നാമത്തെ. ലോകർ വരട്ടെ താൻ മുൻപിൽ സ്തുതി സ്തോത്രത്തോടു കൂടെ. മേലോക സൈന്യം പാടട്ടെ, ഭൂമി ചൊല്ലിടട്ടെ ആമേൻ. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്കു കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ആകയാൽ നാമും സാക്ഷികൾ എത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ടു നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക.
തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം ലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. തൃത്വത്തിനു സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ടു നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്കു മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ടു ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിൽക്കവേ നമ്മുടെ വിശ്വാസത്തിന്റെ സംഗതികളെ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൽ ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം മരിച്ചിട്ട് പിന്നെ ഉയർന്നേറ്റു. സ്വർഗത്തിലേക്ക് ഏറി സർവ്വപിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെയാണ് ജീവനെയും മനുഷ്യരെ ന്യായപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായി എല്ലാവർക്കും ഇരിക്കാം. കണ്ണുകളെ അടച്ച് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കോളേജിൻ്റെ ഈ ഹാളിനുള്ളിൽ ദൈവം നമ്മെ കൂട്ടിവരുത്തുന്ന മുഖാന്തരങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയാം. റവറൻഡ് ഹെൻറി ബേക്കർ ജൂനിയറിന്റെ 205ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് കർത്താവിന്റെ ദാസനെ ഓർക്കുവാനും തങ്ങളോട് ലഭിച്ചതായ നന്മകളെ ഓർത്തെടുപ്പാനും അന്ധകാരത്തിലിരുന്ന ജനത്തെ അത്ഭുത പ്രകാശത്തിലേക്ക് നയിച്ച ദൈവിക നിയോഗങ്ങളെ തിരിച്ചറിയുവാനും സ്വർഗസ്വനായ ദൈവം നമ്മെ സഹായിക്കേണ്ടതായിട്ട് നമുക്ക് ദൈവത്തോട് വിനയത്തോടെ പ്രാർത്ഥിക്കാം. 205 വർഷങ്ങൾക്ക് പിറകെ സ്വർഗത്തിലെ ദൈവം ഹെൻറി ബേക്കർ ജൂനിയർ എന്ന ദാസനെ അവിടെ നിന്ന് കണ്ട് സ്വർഗീയമായ പദ്ധതികളാൽ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഭൂഖണ്ഡങ്ങൾ താണ്ടി നമ്മെ തേടിയെത്തിയ സുവിശേഷത്തിൻ്റെ തിരുനാളമായി നമ്മോട് കൂടെ വന്ന് വസിച്ച് ജനത്തെ ദൈവത്തെങ്കിലേക്ക് ചേർത്ത് നിർത്തുവാൻ അവിടുന്ന് ഇടയാക്കിയ മുഖാന്തരങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയാം. പ്രിയദാസനെ ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തിന് നന്ദി. പ്രിയദാസനെ നൽകിയതായ മാതാപിതാക്കളെയും മറ്റു പശ്ചാത്തലങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. CMS മിഷണറി പ്രസ്ഥാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിൻ്റെ സുവിശേഷീകരണത്തിൽ പ്രത്യേകാൽ മധ്യ തിരുവിതാംകൂർ കേരളത്തിൻ്റെ സുവിശേഷീകരണത്തിൽ CMS മിഷണറിമാർ നൽകിയ സംഭാവനകളെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞതുപോലെ
ഞങ്ങൾ മൃഗങ്ങളെ പോലെ ജീവിച്ച നായ്ക്കളെ പോലെ കുഴിച്ചിടപ്പെടുന്നു. അതുകൊണ്ട് വരിക, വന്ന് ഞങ്ങളെ രക്ഷിക്ക എന്ന് ഹെൻറി ബേക്കർ ജൂനിയറോട് പറഞ്ഞ് സുവിശേഷം പോയി വാങ്ങിക്കൊണ്ടുവന്ന് ജനത്തെ ഉദ്ധരിപ്പാനായിട്ടിടയ മുഖാന്തരങ്ങൾക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. CMS മിഷണറിമാരിലൂടെ പ്രത്യേകാൽ ഹെൻറി ബേക്കർ ജൂനിയറോട് ലഭിച്ചതായ നന്മകൾക്കായി ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ മഹാഡവിയെ അവിടുത്തെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ നിയോഗങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ഹെൻറി ബേക്കർ ജൂനിയറോടൊപ്പം മിഷണറിമാരായി ദൈവസന്നിധിയിൽ ചേർന്ന് വന്ന് പ്രവർത്തിച്ചതായ എല്ലാ മിഷണറി വീരന്മാരെയും നമുക്ക് അവസരത്തിൽ ഓർക്കാം. റൗണ്ട് ഓസ്മാസിനെയും ബെഞ്ചമിൻ ബെയിലിയും AF ബെയിൻഡർ തുടങ്ങിയ നമ്മുടെ മിഷണറിമാരെ കർത്താവിലേക്ക് നൽകപ്പെട്ടതായ ശുശ്രൂഷകളെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. പ്രത്യേക ഹെൻറി ബേക്കർ ജൂനിയറുടെ ജീവിതത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഹെൻറി ബേക്കർ ജൂനിയറിൻ്റെ നാമത്തിൽ സ്ഥാപിതമായ ഈ കലാലയത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ, ഒരുമിച്ച് പ്രിയദാസൻ്റെ ജീവിതത്തെ ഓർക്കുവാൻ കർത്താവ് തരുന്ന മുഖാന്തരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തുതിയും സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ മഹാഡവിയെ ഓർക്കാം, തിരുമേനിക്കായി സ്തുതിക്കാം. കൊച്ചമ്മയും കുടുംബത്തെയും കർത്താവിലേക്ക് സമർപ്പിക്കാം. ദാനി തിരുമേനിയും കൊച്ചമ്മയും ഓർക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ നയിച്ച പിതാക്കന്മാരെ ഓർക്കാം. നമ്മുടെ ഓഫീസേഴ്സിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ വൈദിക ശ്രേഷ്ഠർക്കായി പ്രാർത്ഥിക്കാം. ഇവാഞ്ചലിസ്റ്റുമാർക്കായി പ്രാർത്ഥിക്കാം. മിഷണറി സമൂഹത്തിനായി പ്രാർത്ഥിക്കാം. സിസ്റ്റേഴ്സിനായി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പേരിലായിരിക്കുന്ന എല്ലാ സംഘടനകളെയും, എല്ലാ പ്രസ്ഥാനങ്ങളെയും, പ്രവർത്തനങ്ങളെയും നമുക്ക് തിരുസലിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകാൽ ഈ നാടുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം കർത്താവിലേക്ക് സമർപ്പിക്കാം. സുവിശേഷം എന്ന ദൈവിക ശബ്ദം ലോകത്തോട് പറയുവാൻ ലഭിക്കുന്ന വലിയൊരു അവസരമായി കലാലയങ്ങൾ മാറ്റപ്പെടുവാൻ കർത്താവെ അവിടെ സഹായിക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിലെ ശുശ്രൂഷ രംഗത്തുള്ള പ്രവർത്തനങ്ങളെ ഓർക്കാം. മഹാനബി നാളിൽ ചെയ്യുന്നതായ സുവിശേഷീകരണത്തിനായി പ്രാർത്ഥിക്കാം. അജിപരിപാലനത്തിനും വികസനത്തിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. സർവോന്മുഖമായ ദൈവികമായ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകം നമ്മുടെ കോളേജിനായി പ്രാർത്ഥിക്കാം. ഗിരീഷ് സാറിനെയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ അധ്യാപകർക്കായും അനധ്യാപകർക്കായും പ്രത്യേകം എല്ലാ സ്റ്റുഡൻസിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ദൈവകൃപ ഞങ്ങളുടെ മേൽ നൽകണമേ. ആഗമനം ഞങ്ങൾ ദൈവത്തെ സ്തുതിപ്പാനായിട്ട്, ദൈവത്തെ സ്തോത്രം ചെയ്യുവാനായിട്ട് വശീക തമ്പുരാനെ സഹായിക്കണം. ഈ ജന്മനാൾ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ സ്തുതിയും സ്തോത്രത്തോടെ കൊണ്ടാടുമ്പോൾ അവിടുത്തെ മഹത്വം വെളിപ്പെടുവാൻ, കർത്താവെ അവിടുത്തെ തേജസ് വെളിപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളിയും തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. സ്നേഹനായിട്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുളാം എന്നുള്ളൊരു വാഗ്ദത്തം എന്നുള്ളൊരു വാഗ്ദത്തം ഞങ്ങളുടെ ബന്ധുത്താനും ജീവനുമായിരിക്കുന്ന കർത്താവേ, അങ്ങയുടെ ശിഷ്യന്മാരോട് പറഞ്ഞ് ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് ഉപദേശിക്കുകയും ചെയ്യുവാൻ തൊക്കെയാണോ അവരെ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൽ നിന്നുള്ള അങ്ങയുടെ ആ നിയോഗം കർത്താവെ ശിരസാൽ വഹിച്ചായ അങ്ങയുടെ കലാകാലങ്ങളിൽ സുവിശേഷത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട അങ്ങയുടെ അപ്പോസ്തലന്മാർക്കായി വേലക്കാർക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാനോ ലോകാവസാനത്തോടെ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളിയ കർത്താവേ, 2005 വർഷങ്ങൾക്ക് പിറകിലായി അന്ധകാരനിബിഡമായ ഈ പ്രദേശത്തേക്ക്
ഞങ്ങൾ ഇന്ന് ഓർക്കുന്ന അനുസ്മരിക്കുന്നതായ ഹെൻറി ബേക്കർ ജൂനിയർ ദാസിനെ അയച്ചതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. 1000 നന്ദി പറയുന്നു കർത്താവേ. ആ സുവിശേഷത്തിൻ്റെ മഹത്വകരമായിട്ടുള്ള പ്രകാശമാണല്ലോ ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത്. ഞങ്ങൾ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എത്രമാത്രം സ്തുതിച്ചാലും മതി വരാതെ വണ്ണം ഒരു ജനതയായി ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ചതിനായി നന്ദി കരയറ്റുന്നു. പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്കൊരു മഹായിടവകയെ തന്നു. കാലാകാലം നേതൃത്വം നൽകുവാൻ നല്ല അധ്യക്ഷന്മാരെ നൽകി. അതിൽ ആ കാലങ്ങളൊക്കെയും സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആത്മായ നേതൃത്വങ്ങളെ നൽകി. എല്ലാ നിലയും ഞങ്ങളെ സമ്പന്നരാക്കിയിട്ടുണ്ട്. ഞങ്ങളതിന് നന്ദി പറയുകയാണ്. പരിശുദ്ധ പിതാ, ഇപ്പോൾ ഞങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അഭിനന്ദ തിരുമേനിയെയും കൊച്ചുമേയും ഓഫീസേഴ്സിനെയും മഹാടിലെ എല്ലാ ഭാരവാഹികളെയും ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. ഈ മഹാടിന് നൽകിയതായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട പട്ടക്കാർക്കായി, ശുശ്രൂഷകർക്കായി, സ്വമേധാ വേലക്കാർക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ കർത്താവെ, ഞങ്ങൾക്ക് നൽകിയതായ സ്കൂളുകൾക്കായി, അതുപോലെ തന്നെ മനോഹരമായ അനുഗ്രഹപൂർണമായിട്ടുള്ള ഒരു കോളേജിനെ തന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമായ പിതാവെ, ഞങ്ങൾ ഈ കോൺഫറൻസ് ഹാളിലിരിക്കുമ്പോൾ ലോകോത്തര നിലവാരമുള്ളതായിട്ടുള്ള ഈ സ്ഥാപനത്തിൽ വന്നിരിപ്പാനും ഈ സമയത്ത് ഞങ്ങളുടെ ഹെൻറി ബേക്കർ ജൂനിയറെ ഓർക്കുവാൻ, അദ്ദേഹത്തിൻ്റെ 205ാമത് ജന്മദിനം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ അവിടെ ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ. ഞങ്ങൾക്ക് ലഭിച്ചതെല്ലാം അവിടുത്തെ ദാനമാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. പരിശുദ്ധ പിതാവേ, അതുകൊണ്ട് മഹായിടവകയെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും ഇനിയും കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ കർത്താവെ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങൾ ഓരോ ജന്മദിനവും ആഘോഷിക്കുമ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ മുമ്പിൽ ധാരാളം വെല്ലുവിളികളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന മഹായുടെ പ്രദേശങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരും നല്ല നിലയിൽ ഉയർച്ച പ്രാപിപ്പാൻ കഴിയാത്തതുമായ ആയിരക്കണക്കിന് ആളുകളുണ്ടല്ലോ കർത്താവെ. അവരെയൊക്കെ നേടുവാനും ഞങ്ങളുടെ സമൂഹത്തിൽ തന്നെയും സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ജനം മടങ്ങി വരുവാനും ഒക്കെയും നീ ഞങ്ങളെ ആ വെല്ലുവിളികൾ ഏറ്റുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവെ, ഞങ്ങൾക്ക് അത് സ്വയമേ ചെയ്യുവാൻ കഴിയില്ലല്ലോ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കൃപയും മാത്രമേ ഞങ്ങളെ സാധ്യമാക്കി തീർക്കുള്ളൂ എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധ പിതാവേ, ഈ 205ാമത് ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഇനി ഞങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തോടും സമർപ്പണത്തോടും ത്യാഗത്തോടും കൂടെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയ്ക്കണമേ. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് ഞങ്ങളെല്ലാ തലങ്ങളിലും ഭൗതികമായും ആത്മീയമായും ദേശത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഉന്നമനത്തെ പ്രവർത്തിപ്പാൻ നീ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകരെയും അവിടെ പഠിക്കുന്ന കുട്ടികളെയും വിശേഷിയാൽ ഈ കോളേജിനെയും ഈ കോളേജിനെ വളരെ മനോഹരമായി ഉന്നതമായ നിലവാരത്തിൽ എത്തിച്ച് അഭിമാനകരമാക്കി നിൽക്കുവാൻ തക്കവണ്ണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിൻസിപ്പൽ സാറിനെയും ഫാക്കൽറ്റിയെയും ഇവിടുത്തെ എല്ലാ അധ്യാപകരെയും കുട്ടികളെയും എല്ലാ ഓഫീസ് സ്റ്റാഫിനെയും എല്ലാവരും ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവെ, ഞങ്ങൾക്കെന്നും ഇത് ഇന്നും അത് അഭിമാനമാണ്, ഇന്നും അഭിമാനമായി തീരുവാൻ അവിടുന്ന് ഈ കോളേജിനെയും വാഴ്ത്തി അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അനന്തമായ കൃപകളാൽ ശക്തിയാൽ ഞങ്ങൾ നിറയ്ക്കണമേ. ചോദ്യത്തിലധികമായ നന്മകളാൽ നിറയ്ക്കണം പിതാവേ. പുത്രനായ യേശുവിൻ നാമത്തിൽ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന ദൈവത്തെ കേൾക്കണമേ. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ ഉദ്ദേശത്തിൽ ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അങ്ങയുടെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ അപ്പോസ്തലനായി റവറൻ ഹെൻറി ബേക്കർ ജൂനിയറിനെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിനായിട്ടും കരുതലായിട്ടും പ്രോത്സാഹനത്തിനായിട്ടും പഥ്യോപദേശങ്ങൾക്കായിട്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. റവറൻ ഹെൻറി ബേക്കർ ജൂനിയറെ ഓർക്കുന്ന നിമിഷത്തിൽ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും അങ്ങിൽ നിന്ന് വരുന്നു എന്ന് ഓർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവമാകുന്നുവെന്ന് പൂർണ്ണമായി വിശ്വസിക്കുവാനും ദൈവഹിതത്തിനായി ഞങ്ങളെ സമർപ്പിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. റവറൻ ഹെൻറി
ബേക്കർ ജൂനിയറിനെ കുറിച്ചുള്ള വളരെ ചെറിയൊരു അനുസ്മരണം പെസ്സി മാത്തുക്കുട്ടിയച്ഛൻ ഇപ്പോൾ പറയും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാവട്ടെ. അഭിനന്ദ തിരുമേനി, സ്നേഹമുള്ള കൊച്ചമ്മ, ഓഫീസേഴ്സ്, നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ സ്നേഹമുള്ള ഗിരീഷ് സാർ, ബർ സാർ, സ്നേഹമുള്ള വൈദികരെ, സഭാ ശുശ്രൂഷകൾ, ഇവാഞ്ചലിസ്റ്റ്, ഫാക്കൽറ്റി മെമ്പേഴ്സ്, സ്റ്റാഫ്, കുട്ടികളെല്ലാവർക്കും ഹെൻറി ബേക്കർ ജൂനിയറിൻ്റെ 205-ാം ജന്മദിനത്തിൻ്റെ പ്രത്യേകമായ സ്നേഹവും വന്ദനവും അനുഗ്രഹങ്ങളും ഞാൻ ദൈവനാമത്തിൽ നേരുകയാണ്. 1819 മുതൽ 1878 വരെ അവരെ 59 വർഷം ജീവിച്ച ഒരു വ്യക്തിയുടെ ജീവിതം, അതിൻ്റെ മഹത്വം, അത് പറയുവാനുള്ള യാതൊരു യോഗ്യതയും എനിക്കില്ല എന്ന് സമ്മതിക്കട്ടെ. പ്രിയ അച്ഛന്മാരിവിടെ പ്രാർത്ഥന ഓർപ്പിച്ചതുപോലെ ഒരു സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഒരു മനുഷ്യ ജീവിതത്തിന് പ്രകാരം സാധിക്കും എന്നതിൻ്റെ ഉത്തമമായ തെളിവാണ് ഹെൻറി ബേക്കർ ജൂനിയറിൻ്റെ ജീവിതം മുഴുവൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ കൗമയിൽ അല്ലെ ആരാധനയുടെ പ്രാരംഭ ഭാഗത്ത് ട്രിനിറ്റിയെ കുറിച്ച് തൃത്വ ദൈവത്തെ നമ്മൾ ആരാധിക്കുകയുണ്ടായി. ലോകത്തിലെ ദൈവിക വെളിപ്പാടുകൾ പ്രധാനമായും 3 വിധത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നുണ്ട്. വെളിപ്പാടുകളാണ് അവ. ഒന്ന്, നമ്മൾ സിവിലൈസേഷൻസിനെ കുറിച്ച് പഠിക്കുന്ന നാടുകളിൽ സുമേറിയൻ സിവിലൈസേഷൻ മുതലുള്ള കാര്യത്തിൽ പഠിക്കുമ്പോൾ ബഹുദൈവ വിശ്വാസത്തിലുള്ള ഒരു ആരാധന സമൂഹം ലോകത്തിലുണ്ടായി എന്ന് കാണുന്നു. അതുപോലെ പിന്നീട് BC 2000 മുതൽ അബ്രഹാമിൻ്റെ ചരിത്രത്തോട് ചേർന്ന് മോണോതീസ്റ്റിക് റിലീജിയൻ, ഏകദൈവ വിശ്വാസ സമൂഹം ഈ ലോകത്തിൽ രൂപപ്പെടുവാനായിട്ടിടയായി. യേശുവിൻ്റെ പഠിപ്പിക്കലോട് ചേർന്ന് ത്രിയേക ദൈവവിശ്വാസത്തെ കുറിച്ചുള്ള സമൂഹങ്ങൾ ഉളവായി. ഇന്ന് ലോകത്തിൽ ഈ 3 തരത്തിലുള്ള സമൂഹങ്ങൾ പരസ്പരം സ്നേഹിക്കാനോ അറിയുവാനോ കഴിയാതെ ആക്രമണത്തിൻ്റെ വഴികളിലാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ പോൾട്ടെലിക് എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രത്തിന് പ്രകാരം പറഞ്ഞു, ട്രിനിറ്റി കോൺസെപ്റ്റ് ഈസ് റിലേറ്റിംഗ് ദ അതർ 2 ഫെയ്ത്ത്സ്. 2 വിശ്വാസങ്ങളെ, മറ്റ് ഏകദൈവ വിശ്വാസത്തെയും ബഹുദൈവ വിശ്വാസത്തെയും വാസ്തവ യോജിപ്പിച്ചുകൊണ്ട് ഒരു ഏകമാന സ്നേഹത്തിൻ്റെ കൂട്ടായ്മ എത്തിക്കുവാൻ കഴിയുന്ന ഒന്നാണ് ത്രിത്വ ദൈവവിശ്വാസം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇവാലുവേഷൻ. ഒരുപക്ഷെ നമ്മൾ ഈ മിഷനെ കുറിച്ച്, CMS മിഷനെ കുറിച്ചും പ്രത്യേകിച്ച് ഹെൻറി ബേക്കറെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു തലത്തിലേക്ക് പ്രായോഗികമായി തൻ്റെ ജീവിതത്തെ മാറ്റിയ ഒരു വ്യക്തിയാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഹെൻറി ബേക്കറിൻ്റെ ജനനം നമ്മൾ മനസ്സിലാക്കുന്ന പോലെ 1819 ജൂൺ മാസം 14-ാം തീയതി തഞ്ചാവൂരിലാണ്. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര് അറിയാവുന്ന പോലെ ഫ്രാൻസിസ്ക കിച്ചൻ എന്ന് പറയുന്ന അമ്മയുടെയും അതുപോലെ തന്നെ ഹെൻറി ബേക്കർ സീനിയറിൻ്റെയും 10 മക്കളിൽ ആദ്യത്തെ മകനായിട്ടാണ് തഞ്ചാവൂരിൽ അദ്ദേഹം ജനിക്കുന്നത്. വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ഹെൻറി ബേക്കർ സീനിയർ. ഹെൻറി ബേക്കർ സീനിയറിൻ്റെ വൈഫിൻ്റെ പേര് അമേലിയ ഡൊറോത്തി കോൾഹോഫ് എന്നാണ്. അവരുടെ 10 മക്കളിലെ ആദ്യത്തെ മകനാണ് ഈ ഹെൻറി ബേക്കർ ജൂനിയർ. അദ്ദേഹം 4 വയസ്സ് വരെ തഞ്ചാവൂരിലാണ് ജീവിച്ചിരുന്നത്, പൈതലായിരുന്ന കാലത്ത്. അതിനുശേഷം പള്ളത്തേക്ക് അവർ ട്രാൻസ്ഫർ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് കോട്ടയത്തേക്ക് എത്തിച്ചേരുവാനും അന്ന് ഇപ്പോഴത്തെ ഓൾഡ് ഓർത്തഡോക്സ് സെമിനാരി എന്ന് പറയപ്പെടുന്ന പഴയ സെമിനാരി അന്ന് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ കഴിയുന്ന കാലഘട്ടമാണ്. സംസ്കൃതത്തിൻ്റെ മനുഷ്യന്മാർ അതുപോലെ ഹീബ്രു ലാംഗ്വേജ് പഠിപ്പിക്കുന്ന സാഹചര്യങ്ങളെല്ലാം ആ നാടുകളിൽ അവിടെ ലഘുവായിട്ടുണ്ടായിരുന്നു. അവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ നേതൃത്വം നൽകിയത് ഹെൻറി ബേക്കർ ജൂനിയറിൻ്റെ പിതാവായ ഹെൻറി ബേക്കർ സീനിയറാണ് എന്നാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുക. 8 വയസ്സ് വരെ ഹെൻറി ബേക്കർ ജൂനിയർ ഈ നമ്മുടെ കോട്ടയത്ത്, നിങ്ങൾ ഒരുപക്ഷെ ഓർത്തഡോക്സ് സെമിനാരിയിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, അവിടെ ഇപ്പോഴും അദ്ദേഹം അവിടെ ജീവിച്ച ആ നാലുകെട്ട് തന്നെയാണ് സ്കൂളായിട്ട് ഇപ്പോഴും സെമിനാരി ആയിട്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ദൈവവേല അവിടെ പോകാനും കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നു. വാസ്തവത്തിൽ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ ഒരു എന്തോ ഒരു ആത്മഹർഷം നമ്മുടെ ഉള്ളിലേക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, നമ്മുടെ പിതാക്കന്മാരരികിൽ എത്തിച്ചേരുന്ന അതുപോലെ. അദ്ദേഹം അവിടെ
8 വയസ്സ് വരെ വളർന്ന ശേഷം ഈ പിതാവ് ഈ ലോകത്തിന്റെ രൂപാന്തരത്തിനായി തൻ്റെ മകനെ ദൈവത്തിന് കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഹെൻറി ബേക്കർ സീനിയർ തൻ്റെ മകനെ ഇംഗ്ലണ്ടിലേക്ക് പഠിപ്പിക്കാനായിട്ട് അയക്കുന്നത്. ഹെൻറി ബേക്കർ അവിടെ 43 വരെ 1843 വരെ തൻ്റെ വിദ്യാഭ്യാസത്തോട് ചേർന്ന് അവിടെ ജീവിക്കാനായിട്ട് ഇടയായി. ഹെൻറി ബേക്കറിൽ നിന്ന് പഠിക്കുന്ന അദ്ദേഹത്തിന് ഈ ജൂൺ 14 അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. 1843 ജൂൺ 13 തീയതിയാണ് അദ്ദേഹത്തിന്റെ വിവാഹം. ഏകദേശം ഇന്ന് നമ്മൾ 205ാമത് പിറന്നാൾ ആഘോഷിക്കുമ്പോൾ 181ാമത് വിവാഹ വാർഷികം കൂടെയാണ് നമ്മൾ ആചരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് 13 പോലും നവംബർ 1879 നവംബർ മാസം 14 തീയതി വരെ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നിട്ട് നമുക്കറിയാം, വാസ്തവത്തിൽ KK റോഡ് എന്ന പേര് തന്നെ നിർമ്മിക്കുന്ന ആ റൂട്ട് നിശ്ചയിച്ചതും അതിന് നേതൃത്വം നൽകിയതും ഹെൻറി ബേക്കർ ആയിരുന്നു. ഇവിടെ കാപ്പി കൃഷിയുടെയും തേയില കൃഷിയുടെയും ശക്തമായി നേതൃത്വം നൽകിയത്, അതുപോലെ റബ്ബറിന്റെ മർഫി എന്ന് പറയുന്ന ആ സൈറ്റിനെ ഇവിടെ എത്തിക്കാൻ, പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളിയിൽ എത്തിക്കുന്നതിന് നേതൃത്വം നൽകുവാനും സാധിച്ച ഒരു വ്യക്തിയാണ്. നമ്മുടെ കേരളത്തിന്റെ ബിസിനസ് രംഗവും കാർഷിക രംഗവും വിദ്യാഭ്യാസ രംഗവും ആത്മീയ രംഗവും സമൂലമായി പരിവർത്തനം നൽകുന്നതിന് നേതൃത്വം നൽകിയ ആ മഹത് വ്യക്തിയുടെ ജീവിതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അതിന്റെ ഭാഗമായി ഈ നാടുകളിൽ നമ്മെ നയിക്കുന്ന പ്രത്യേകിച്ച് കേരള മഹായുടെ അധ്യക്ഷ തിരുമേനി ഓർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന പ്രകാരം ഈ കൂടിവരെ ഒരുമിച്ച് ആക്കി തീർക്കുവാൻ ദൈവം സഹായിച്ചനായിട്ട് നന്ദി പറയുന്നു. 59 വർഷം ഷഷ്ടി പൂർത്തി ആഘോഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. എന്നാൽ ആ 59 വർഷം നമുക്ക് വിലയിരുത്താനാവാത്ത രൂപാന്തരത്തിന്റെ, സ്നേഹത്തിന്റെ, വിശ്വാസത്തിന്റെ, ഐക്യത്തിന്റെ, ജാതി ഭേദ വർണ്ണ വെറികളെ എല്ലാം നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് മനുഷ്യനാണ് നമ്മളെല്ലാവരും എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ആ വലിയ മനുഷ്യ സ്നേഹിയുടെ മുമ്പിൽ അദ്ദേഹം അവസാനം നമ്മോട് പറഞ്ഞ വാചകം വായിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. അദ്ദേഹം നമുക്കറിയാവുന്ന പോലെ ഇവിടുന്ന് ചികിത്സയോടുള്ള ബന്ധത്തിൽ എല്ലാവരോടും യാത്ര ചെയ്ത് പോകുന്ന വേളയിൽ ഇഞ്ചിങ്ങാവിൽ വെച്ച് പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്. മലനാട്ടിലെ വിശ്വാസികൾ പ്രിയതമന് കുന്നിന്മേലുള്ള മുന്തിരിത്തോട്ടമാകിയാൽ പ്രയോജനമുള്ള ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നതിന് ശ്രദ്ധിക്കണമെന്നും വിശ്വാസികളായ ആടുകളെ ആക്രമിക്കാനായി ആടുകളുടെ വേഷം പൂണ്ട കൊടിയ ചെന്നായ്ക്കൾ ഭാവിയിൽ വന്നേക്കാവുന്നതുമാകിയാൽ നല്ല ഇടയൻ പ്രത്യക്ഷനാകുന്ന നാൾ വരെയും വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിൽ ജാഗ്രത ഉള്ളവരായിരിക്കണമെന്നും അദ്ദേഹം നമ്മോട് കൽപ്പിച്ചു. ആ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസ പ്രയാണത്തിലും വിദ്യാഭ്യാസ പ്രയാണത്തിലും മുന്നേറുന്ന ഈ കലാലയത്തിൻ്റെ ഈ വേദിയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുവാൻ ദൈവം നൽകിയ അവസരം നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് അവസരം നൽകിയ അഭിനന്ദ തിരുമേനിക്കും ഇതിൻ്റെ ഭാരവാഹം നന്ദി പറയാൻ വാക്കിൽ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വന്നിട്ടുള്ള എല്ലാവർക്കും ഒരു വാക്ക് നന്ദി പറയുന്നതിന് വേണ്ടി കോളേജിൻ്റെ ബർസാർ സൈമൺ പി ജോർജിനെ ക്ഷണിക്കുന്നു. അഭിനന്ദന തിരുമേനി, കൊച്ചമ്മ, ബഹുമാനപ്പെട്ട വൈദ്യശ്രേഷ്ഠ, കോളേജ് പ്രിൻസിപ്പൽ ഗിരീഷ് കുമാർ സാർ, എത്രയും ബഹുമാനമുള്ള ഫാക്കൽറ്റിയായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഭാ ശുശ്രൂഷകരെ, മിഷണറിമാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മളെല്ലാവരും ഹെൻറി ബേക്കർ ജൂനിയറിൻ്റെ 205ാമത് ജന്മദിനത്തെ ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനായി സ്തോത്രം ചെയ്യുമ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കൂടി വന്ന് നമുക്ക് അധ്യാപകരോടും വിദ്യാർത്ഥികളോടും ഈ സ്ഥാപനത്തിൽ നിന്ന് ദൈവത്തിന് നന്ദി പറയുവാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ അനുസ്മരണത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരുക്കിയതായ മഹായിടവയോടും അഭിയന്യ തിരുമേനിയോട് പ്രത്യേകിച്ച് അഭിയന്യ തിരുമേനിയോടുള്ള നന്ദിയെ അറിയിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഈ പ്രോഗ്രാമുകളെല്ലാം ക്രമീകരിച്ച മഹായിടവ ട്രഷറർ PC മാത്തുക്കുട്ടിയച്ചൻ, അതിലുപരി എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയതായ വൈദിക സെക്രട്ടറി ബഹുമാനപ്പെട്ട TJ ബിജോയ് അച്ഛൻ, അൽമായ സെക്രട്ടറി വർഗീസ് ജോർജ് സാർ, കോളേജ് അധികൃതർ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കും. പ്രകാരം കൂടി വന്ന അല്പനിമിഷം നമ്മൾ ഈ ധന്യമായ ജീവിതത്തെ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെയും നമുക്ക് ഓർക്കുകയും അതുപോലെ നമ്മുടെ ജീവിതവും സമൂഹത്തിനും മറ്റുള്ളവർക്കും ഉപകാരപ്രദമായി തീരുവാനും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഓർക്കുന്നതിനും ഒരു അവസരം. ഓരോരുത്തരുടെയും നമ്മൾ
നമ്മുടെ വീടുകളിലും പള്ളികളിലും ഒക്കെയും നമ്മൾ അനുസ്മരണ പ്രഭാഷണം പ്രസംഗം നടത്തുമ്പോൾ എക്ലേസിയാസ്റ്റിക്കിൽ ആ പുസ്തകത്തിൽ നിന്ന് നമ്മളൊരു വാക്ക് പറയാറുണ്ട്. ചിലരൊക്കെ ജനിച്ചു എന്ന് പോലും അറിയാതെ അവർ ഈ ലോകം വിട്ട് പോകുന്ന കാര്യം നമ്മൾ വായിക്കുന്നു. എന്നാൽ ഹെൻറി ബേക്കർ ജൂനിയറിനെ ഓർക്കുമ്പോൾ ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നേടിയെന്നുള്ള കാര്യം ജീവിക്കുന്നതായ നമ്മളിന്ന് കാണുന്നതായ ഒരു സത്യമാണ്. നമ്മുടെ ഈ കോളേജും മഹായിലൂടെയും മിഷനും ദൗത്യവുമെല്ലാം ഒരു സമൂഹത്തിൻ്റെയും ജനതയുടെയും എല്ലാം ഉയർത്തെഴുന്നേൽപ്പാണ്. നമ്മുടെ ജീവിതവും പ്രവർത്തനങ്ങളും എല്ലാം നാടിൻ്റെ വികസനത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ജനങ്ങൾക്ക് നന്മയ്ക്കായി ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നന്ദി അർപ്പിച്ചുകൊണ്ടും വാക്കുകളെ ചുരുക്കുന്ന ദൈവം ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രകാരം ഒരുമിച്ച് കൂടുവാൻ ദൈവം സഹായത്തിനാദ്യമായി നന്ദിക്കരെ. ഒരു കാര്യം ഓർത്താൽ മതി, നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മളെ ഈ പ്രദേശവുമായി ബന്ധപ്പെടാൻ ബേക്കർ ജൂനിയർ എന്ന ദേവദാസൻ അച്ഛൻ ദൈവനിയോഗത്താൽ ഈ പ്രദേശങ്ങളിൽ വന്നു. 25ാമത് ജന്മദിനമാണ് അദ്ദേഹത്തിൻ്റെ കൊണ്ടാടുന്നത്. ഏതാണ്ട് 1.25 നൂറ്റാണ്ട് എന്ന് നമുക്ക് റഫായിട്ട് പറയാം. 175 വർഷം നമുക്ക് പറയാം. പ്രദേശത്ത് ഇങ്ങനെ ഒരു വ്യത്യാസത്തിന് തുടക്കം കുറിച്ച വർഷം അതാണ്. നാളെയായി അതിൻ്റെ ചരിത്രം ചുരുക്കമായിട്ട് നമ്മൾ കേട്ടു. അദ്ദേഹം ഇവിടെ വരാനായിട്ട് ഒത്തിരി തടസ്സമുണ്ടായിരുന്നു. ഒന്ന് പ്രകൃതിയുടെ ഒരു പ്രത്യേകതയാണ്. കാരണം കാട്ടുമുറകളും കാട്ടാനകളൊക്കെയുള്ള പ്രദേശമാണ്. അതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ ആളുകൾ താമസിച്ചിരുന്ന മലപ്രദേശങ്ങളിൽ മാത്രമാണ്. താഴ്വാരങ്ങളിൽ ഒരിക്കലും ആൾക്കാർക്ക് താമസിക്കാൻ പറ്റത്തില്ല. കാട്ടുമുറകളുടെ ശല്യം. അങ്ങനെ മറ്റ് പ്രദേശങ്ങളുമായിട്ട് വളരെ ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്നത് അസൗകര്യമാണ്, ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കി. ചെറുപ്പം പലതവണ അദ്ദേഹം ഇങ്ങോട്ട് നമ്മൾ പിതാക്കന്മാരോട് പോയി 5 തവണ പോയി എന്നാണ് പറയുന്നത്. 5 തവണ പോയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അറിവ് വേണമെന്ന് പറഞ്ഞു. ഇങ്ങനെ സുവിശേഷമെന്നോ അല്ലെങ്കിൽ ബൈബിളെന്നോ ഒന്നും അവർക്ക് അത്രമാത്രം ഒരു അറിവുണ്ടായിരുന്നൊക്കെ പറയാൻ പറ്റത്തില്ല. അറിവ് വേണം എന്ന് പറഞ്ഞിരുന്നു. കാരണം ആ കാലഘട്ടങ്ങളിൽ കോട്ടയം പ്രദേശങ്ങളൊക്കെ സ്കൂളുകൾ അങ്ങനെയുള്ള സ്ഥാപിക്കുകയും സമൂഹത്തിൽ ഭയങ്കരമായ വ്യത്യാസങ്ങൾ വരികയും ചെയ്യുന്നവർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് അവർക്കും അത് കിട്ടണമെന്ന് ആഗ്രഹിച്ച് ഇവിടെ ഞങ്ങൾക്ക് അറിവ് പകർന്നു തരണം എന്നാണ് പറഞ്ഞത്. അറിവ് പകരാനായിട്ട് ഇവിടെ വന്നവർ നമ്മൾ ആദ്യം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം ഓർക്കുമ്പോൾ രാത്രികാലങ്ങളിൽ ഒരു പകലത്തെ പണിയെല്ലാം കഴിച്ച് രാത്രികാലങ്ങളിൽ വലിയ ആഴിയൊക്കെ കൂട്ടി ആൾക്കാർ ഒരു ഗ്രാമത്തിലെ ആൾക്കാർ ഒരുമിച്ച് കൂടി പഠിപ്പിച്ചിരുന്നതാണ്. പഠിപ്പിക്കാൻ അവർ ഉപയോഗിച്ചിരുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ ഈ ബൈബിളാണ്. അതിൻ്റെ കഥകളൊക്കെയാണ് അവർ പഠിപ്പിച്ചത്. പിന്നീടാണ് അത് വായിക്കാനായിട്ടുള്ള രീതിയിലുള്ള പഠനങ്ങൾ വന്നത്. ഞാൻ പറഞ്ഞത് അദ്ദേഹം വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് ഇന്ന് ഞാനിവിടെ നിൽക്കും എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. അതാണ് അതിൻ്റെ ചുരുക്കം. ഒരു തുടക്കക്കാരനാണ്. ദൈവനിയോഗത്തിൽ അദ്ദേഹം വന്നു. തീർച്ചയായിട്ടും അത് ഓർത്ത് അങ്ങനെ ഓർക്കുമ്പോഴാണ് അദ്ദേഹത്തെ ഓർത്ത് ഓർക്കുക. നമ്മൾ സാറിന് പറയാറില്ല ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിരിക്കുന്നത്. ഇരുട്ടെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവിടെ മുഴുവൻ അന്ധകാരമായിരുന്നുള്ള അർത്ഥമല്ല യഥാർത്ഥത്തിലുള്ളത്. നമ്മിലുള്ള ഇരുട്ടുള്ള സ്വഭാവം, അതിൻ്റെ സ്വഭാവങ്ങൾ ഒന്ന് വെളിച്ചത്തിൻ്റെ സ്വഭാവം, ഒന്ന് ഇരുട്ടിൻ്റെ സ്വഭാവം, അതെല്ലാ കാലത്തിലുള്ള മനുഷ്യരുണ്ട്. ഈ നിൽക്കുന്ന എന്നിലും കാണും. അത് മാറിപ്പോകണം എന്നതാണ് എൻ്റെ അർത്ഥം. ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ, അവിടെ പഠിപ്പിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ എല്ലാം ഓർക്കേണ്ടായിരുന്നു. നമ്മളിലെല്ലാവരും അന്ധകാരത്തിൻ്റെ അംശങ്ങളുണ്ട്. അതും ചെയ്യണം. അത് ഇവിടുന്ന് പഠിച്ചിറങ്ങുമ്പോൾ, ഇവിടുന്ന് ജോലി ചെയ്ത് കഴിഞ്ഞ് പോകുമ്പോൾ അതിന് കുറച്ചെങ്കിലും ഒരു കുറവ് വരണം, അല്പമെങ്കിലും പ്രയോജനം ചെയ്യണം എന്നുള്ളതാണ് അച്ഛൻ പറയുന്നത്. ഒത്തിരി സമയം നമുക്ക് എടുക്കാനില്ലാത്തതുകൊണ്ട് അത്രയും പറഞ്ഞു അനുഗ്രഹിക്കട്ടെ. ഇതിൽ വന്ന പ്രതികരണം എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ സാർ നന്ദി പറയുന്നു. എല്ലാവർക്കും എഴുന്നേറ്റെടുക്കാം. കർത്താവിൻ്റെ പ്രാർത്ഥന ചേർന്ന് ഞങ്ങളുടെ പിതാവേ, ശംശാടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ നമ്മുടെ നാമോർത്ത് പ്രാർത്ഥിച്ച സകല കാര്യം നാമോരോട്ടും പ്രത്യേകിച്ച് സ്ഥാപനത്തോടും മുന്നേ. ആമേൻ.